ഹായ് ഓൾ. സോ വെൽക്കം ടു സെക്കൻഡ് പാർട്ട് ഓഫ് അവർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും നമ്മുടെ മെൻസ് ഹോസ്റ്റൽ ടൂറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഫർദർ വീഡിയോസ് നമ്മൾ ബാക്കിയുള്ള കോളേജിലെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ നമ്മുടെ മെൻസ് ഹോസ്റ്റലിനോട് ചേർന്നിട്ടുള്ള ഒരു MH ഗാർഡനിലാണ്. ഋതു ഭയങ്കര സൂത്തിങ് ആൻഡ് സ്മൂത്ത് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മെൻസ് ഹോസ്റ്റലിനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്റ്റൽസ് വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മുടെ ഇൻറ്റീരിയർ ആയാലും നമുക്ക് കിട്ടുന്ന ഫർണിച്ചർ ആയാലും ഇറ്റ് ഈസ് വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് ആണ്. ഹായ് ഓൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലത്തിൻ്റെ മെൻസ് ഹോസ്റ്റലിന് മുന്നിലാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ മെയിനായിട്ടും ഒരു മെൻസ് ഹോസ്റ്റൽ, 2 LH, ഒരു ഇൻറ്റേൺസ് ഹോസ്റ്റൽ, അതുപോലെ തന്നെ സ്റ്റാഫ്സിന് വേണ്ടി ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റലിനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് ഒട്ടുമിക്ക UG MBBS ബോയ്സും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ഇറ്റ് ഈസ് വെൽ ആക്സസിബിൾ ടു ബോത്ത് ദ ഹോസ്പിറ്റൽ ആസ് വെൽ ആസ് ദ അക്കാഡമിക് ബ്ലോക്ക്. ഒരു 100 മീറ്റർ ദൂരമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ വിശേഷങ്ങൾക്കൊക്കെ പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ടോട്ടലി നമുക്ക് 4 ഫ്ലോറാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മെയിനായിട്ട് നമ്മൾ ഫെസ്റ്റിവേഷനാണ് കൊടുക്കൽ. അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടുക്കിലൊരു ഇൻ്റർലോക്കും 2 സൈഡിലായിട്ട് വരാന്തയാണ്. അപ്പോൾ 2 വരാന്തയിലായിട്ട് നമുക്ക് റൂംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നടുക്കിൽ നമുക്കൊരു ഇൻ്റർലോക്കും വരുന്നത്. ഇൻ്റർലോക്ക് മെയിനായിട്ട് നമുക്ക് അവിടെ ഒരു ബാഡ്മിൻ്റൺ നെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ബാഡ്മിൻ്റൺ കളിക്കാനും അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാനും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാനായിട്ട് നമുക്ക് റോബ്സ് അവൈലബിൾ ആണ്. അപ്പോൾ തുണി വിരിച്ചിടാനും അതുപോലെ തന്നെ നമുക്ക് തുണി അലക്കാൻ വേണ്ടി ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു റൂമിൽ 4 പേരാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അൽമിറ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ടേബിളും അതുപോലെ തന്നെ ചെയറും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു ബെഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സൈറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ട പേഴ്സണൽ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരിക. ബാക്കിയുള്ളതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റൂംസ് എല്ലാം അത്യാവശ്യം വെൽ വെന്റിലേറ്റഡ് ആണ്. അത്യാവശ്യം നല്ല ലൈറ്റും ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ഓരോ റൂമിലും നമുക്കുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതാണ് നമ്മുടെ MHന്റെ റീഡിംഗ് റൂം. റീസെൻ്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. അറിവെന്നാണ് നമ്മുടെ റീഡിംഗ് റൂമിൻ്റെ പേര്. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിനും അതുപോലെ തന്നെ സെഷണൽ എക്സാംസിനെല്ലാം പഠിക്കാനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ റീഡിംഗ് റൂം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. അതുപോലെ തന്നെ സ്പേഷ്യസ് ആണ്. അറ്റ് എ ടൈം കുറേ കുട്ടികൾക്ക് വന്നിരുന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ. അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് റൂമിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ലൈബ്രറിയും അവൈലബിൾ ആണ്.